വസീം അക്രവും അക്തറും റസാഖുമുള്ള ബൗളിംഗ് നിര ആയതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് 132 റൺസ് ഒരിക്കലും ഒരു എളുപ്പമുള്ള സ്കോറല്ല, ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കും. 1999 ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാന്റെ ആദ്യ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇന്നിങ്സ് ബ്രേക്കിൽ മാച്ച് അനാലിസിസ് പറഞ്ഞവരെ അക്തറിന്റെ ആദ്യ ഓവറിൽ 3 തവണ ബൗണ്ടറിക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഈ കളിയാണോ നിങ്ങൾ ടൈറ്റാകുമെന്ന് പറഞ്ഞ് എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ച ഒരാളുടെ മുഖം ഇന്നും ഓർമ്മയിൽ ഒരിറ്റുപോലും ഒളിമങ്ങാതെ തെളിയുന്നുണ്ട്. 1999 ഹൊബാർട്ട് ടെസ്റ്റിൽ സക്ലൈൻ മുഷ്താഖിന്റെ 6 വിക്കറ്റ് പ്രകടനത്തിന് മുന്നിൽ ആദ്യ ഇന്നിങ്സിൽ പതറിപ്പോയ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സിൽ ജയത്തിന് 369 എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശുമ്പോൾ 5 വിക്കറ്റിന് 126 എന്ന നിലയിൽ പരാജയത്തെ മുന്നിൽ കാണുമ്പോൾ പാകിസ്ഥാൻ ചരിത്രം എഴുതാൻ പോകുന്നു എന്ന് കമന്ററി പറഞ്ഞവരെ മരണത്തിന്റെ കിടക്കയിൽ നിന്നും ഇതാ ഓസ്ട്രേലിയ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തന്റെ ബാറ്റ് കൊണ്ടുള്ള 149 റൺസിന്റെ മായാജാലം കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ച മനുഷ്യൻ. 2006 ആഷസ് 3-ാം ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ പനേസറിന്റെ മാന്ത്രിക വിരലുകൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ അക്കൗണ്ട് തുറക്കാനാകാതെ പുറത്തായി തലകുനിച്ച് മടങ്ങിയ ബാറ്റ്സ്മാൻ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങുമ്പോൾ ഫോം കണ്ടെത്താൻ വലയുന്ന ആ ബാറ്റ്സ്മാന്റെ വിക്കറ്റ് ആർക്കായിരിക്കും കിട്ടുക എന്ന വിഷയം വളരെ സരസമായി സംസാരിച്ചുകൊണ്ട് ഓരോ ബിയർ അടിച്ചുകൊണ്ട് കളി കൊണ്ടിരിക്കുന്ന പെർത്തിലെ ഇംഗ്ലീഷ് കാണികളുടെ തലക്ക് മുകളിലൂടെ 4 വട്ടം ചുവന്ന പന്തിനെ പറത്തിവിട്ടും 15 വട്ടം അവരുടെ മുന്നിലെ ബൗണ്ടറി ലൈനിനെ കുലുക്കിയും 57 ബോളിൽ സെഞ്ചുറി അടിച്ച് കാണിച്ചു കൊടുത്ത് അവരുടെ ബിയറിന്റെ കിക്കിറക്കി കളഞ്ഞ മനുഷ്യൻ. 2 പോയിന്റ് കിട്ടാനുള്ള ഒരു ഉപാധിയായി മാത്രം ഡെക്കാൻ ചാർജേഴ്സുമായുള്ള മത്സരത്തെ മറ്റു ടീമുകൾ കണ്ടിരുന്ന IPL 2008 സീസണിൽ ചുളുവിന് 2 പോയിന്റ് സ്വപ്നം കണ്ട് ഹൈദരാബാദിന് വേണ്ടി വണ്ടി കയറിയ മുംബൈക്ക് മുന്നിൽ 42 ബോളിൽ സെഞ്ചുറിയോടെ ഒട്ടും ചാർജില്ലാത്ത ടീമിൽ നിന്നും ഫുൾ ചാർജോടെ ജ്വലിക്കുന്നു അയാളുടെ കൈക്കരുത്തിനു മുന്നിൽ ഒലിച്ചു പോകുന്നതോ മുംബൈയുടെ അഭിമാനവും. IPL 2009 സീസണിൽ പ്രാഥമിക റൗണ്ടിൽ 2 വട്ടവും തങ്ങളെ തോൽപ്പിച്ച ഡൽഹി ഡെയർ ഡെവിൾസുമായുള്ള സെമി മത്സരത്തിൽ സെവാഗ്, വാർണർ, ഡിവില്ലേഴ്സ്, ഗംഭീർ, ദിൽഷൻ എന്നിങ്ങനെ പ്രതിഭകൾ ഒരുമിച്ച് വേട്ടക്കിറങ്ങിയ ഡെയർ ഡെവിൾസിനെ 35 ബോളിലെ 85 റൺസിന്റെ ഇന്നിങ്സുമായി ഒറ്റക്ക് തുരത്തിയ മനുഷ്യൻ. അവസാന സീസണിൽ പോയിന്റ് ടേബിളിൽ അവസാനം കടന്ന ടീമിനെ അടുത്ത സീസണിൽ ചാമ്പ്യന്മാരാക്കിയ അയാളുടെ ക്യാപ്റ്റൻസി. താരങ്ങളേറെ ജ്വലിച്ചുകൊണ്ടിരുന്ന IPLന്റെ മാനത്ത് ആദ്യമായി 1000 റൺസ് തികച്ചതിന്റെ തിളക്കവുമായി വെട്ടിത്തിളങ്ങിയ സുവർണ താരം. നോക്കൌട്ടുകളിൽ ബിഗ് മാച്ചിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ കയ്യും കാലും വിറച്ചിരുന്ന ടിപ്പിക്കൽ ബാറ്റ്സ്മാൻമാരുടെ മുന്നിൽ എന്നും വ്യത്യസ്തനായി ബിഗ് മാച്ചുകൾ തന്റെ പേരിലാക്കുവാനായി കൂടെയുള്ള മറ്റുള്ളവരുമായി മത്സരിച്ചിരുന്നു ഒരാൾ. നീ മുട്ടിക്കോ, ഞാൻ ഡിഫെൻഡ് ചെയ്യാം എന്നിങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുമായി ബാറ്റ്സ്മാൻമാർ അരങ്ങ് വാഴുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് കാലത്ത് റൺസ് മുഖ്യം ബിഗിലെ എന്നൊരു മൈൻഡ് സെറ്റുമായി കടന്നു വന്ന് ടെസ്റ്റിലും സിക്സറുകൾക്ക് 6 റൺസ് തന്നെയാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ടെസ്റ്റിൽ 100 സിക്സറുകൾ അടിക്കുന്ന ആദ്യ കളിക്കാരനായി റൺസിന്റെ വിപ്ലവത്തിന്റെ പുതുവഴി വെട്ടിയ മനുഷ്യൻ. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ അരവിന്ദ ഡി സിൽവയുടെ പന്ത് സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച് എഡ്ജ് ചെയ്ത് സംഘക്കാരിയുടെ കൈകളിലെത്തിയപ്പോൾ ശ്രീലങ്കൻ ടീമിന്റെ അപ്പീൽ തള്ളിയത് ഔട്ടല്ലെന്ന് വിധിയെഴുതിയ അമ്പയറെ നോക്കി ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയി സുഹൃത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കയറുന്ന ബാറ്റ്സ്മാൻ. ഒരുപക്ഷെ ക്രിക്കറ്റ് മാന്യന്മാരുടെ ഗെയിമാണെന്ന് പറയാൻ അർഹതയുള്ള മഞ്ഞക്കുപ്പായമിട്ട ഒരേ ഒരു ക്രിക്കറ്റർ. ബാറ്റ് കൊണ്ടും ഗ്ലൗ കൊണ്ടും പുറത്തെടുത്ത മായാജാല പ്രകടനങ്ങൾ കൊണ്ട് വിക്കറ്റ് കീപ്പിങ്ങിന്റെ ക്രിക്കറ്റ് ചരിത്രത്തെ അയാൾക്ക് ശേഷവും അയാൾക്ക് മുന്നേയുമെന്ന് പ്രതിഭ കൊണ്ട് രേഖപ്പെടുത്തിയിട്ട എക്കാലത്തെയും മികച്ച മനുഷ്യൻ ആദം ഗിൽക്രിസ്റ്റ്.